നമസ്കാരം, ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി, കൗമുദി ടി വി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യവും ഏറ്റവും വിനയപൂർവകവുമായ സ്വാഗതം. നമുക്ക് പതിവ് പോലെ ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇനി ആധാർ എന്ന് കേരള കമ്മിറ്റിയുടെ പ്രധാന തലക്കെട്ട്. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും പുതിയ പാൻ കാർഡ് അപേക്ഷിക്കുന്നതിനും ജൂലൈ 1 മുതൽ ആധാർ നിർബന്ധം ആക്കിക്കൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഉത്തരവിറക്കിയിരിക്കുന്നു. ഇനി മലയാള മനോരമയുടെ ശീർഷകം അനന്തയ നിരാഹാരവുമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി, അടങ്ങാതെ കർഷക രോഷം. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കർഷക പ്രക്ഷോഭം രൂക്ഷമാകുന്നതിൻ്റെ വിശദാംശങ്ങളാണ്. വിവരാവകാശ അപേക്ഷകൻ വിവരം കിട്ടാൻ അലയണം എന്ന് മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന തലക്കെട്ട്. വിവരാവകാശ നിയമത്തിൽ വലിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇനി ബന്ധപ്പെട്ട അധികൃതരുടെ കൈവശമുള്ള വിവരം മാത്രം നൽകിയാൽ മതി എന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇനി ദേശാഭിമാനിയിൽ ഗാന്ധിജിയെ ജാതി വിളിച്ച് ആക്ഷേപിച്ച് അമിത്ഷാ. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഒരു പൗരപ്രമുഖരുമായുള്ള സംവാദത്തിനിടെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നു. ഗാന്ധിജിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ് ആക്ഷേപം. മാധ്യമത്തിലും ഇതേ വിഷയം തന്നെ. ഗാന്ധിജിക്ക് എതിരെ ജാതി അധിക്ഷേപം. ഇതിൽ അമിത്ഷാ മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. മംഗളത്തിൽ CPM BJP സംഘർഷം അടിച്ചമർത്താൻ സെൻകുമാർ, പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ ആക്കും എന്ന് മംഗളത്തിൻ്റെ പ്രധാന തലക്കെട്ട്. ഗാന്ധിജിയെ ആക്ഷേപിച്ചു എന്ന ആരോപണം ദീപിക മുഖ്യവാർത്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നു. ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കാം. ചൗഹാൻസ് ഫാസ്റ്റ് ഫെയിൽസ് ടു വിൻ ഓവർ MP ഫാർമേഴ്സ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ രാവിലെയാണ് കർഷകരെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിനൊപ്പം നിരാഹാരം അനുഷ്ഠിക്കുന്നു. പക്ഷേ കർഷക രോഷം അടക്കാൻ ഇതൊന്നും പര്യാപ്തമാകുന്നില്ല എന്ന് റിപ്പോർട്ട്. ദ ഹിന്ദുവിൽ ആധാർ ഓർ എൻറോൾമെൻറ്റ് നമ്പർ മസ്റ്റ് ഫോർ റിട്ടേൺസ്. ജൂലൈ 1 മുതൽ പുതിയ പരിഷ്കാരം വരുന്നു. ആധാർ നമ്പർ നിർബന്ധം ആക്കിയിരിക്കുന്നു പാൻ കാർഡിന് അപേക്ഷിക്കുന്നതിനും ആദായ നികുതി റിട്ടേൺസ് സമർപ്പിക്കുന്നതിനും. ദ സൺഡേ ടൈംസിൽ നൗ അഫോർഡബിൾ ഹൗസിംഗ് ഈസ് ഡ്രൈവിംഗ് ഹോം ലോൺ ഗ്രോത്ത്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകളുടെ വായ്പാ പദ്ധതികൾക്ക് വലിയ ഡിമാൻഡ്. അതായത് 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ മാത്രം വിലമതിക്കുന്ന ചെറുകിട ഇടത്തരം വീടുകളുടെ വായ്പയിൽ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം എന്ന് ദ സൺഡേ ടൈംസിൻ്റെ വിവരം. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ഇനി ആധാർ ഈ ജൂലൈ 1 മുതൽ വലിയ ഒരു പരിഷ്കാരം വരികയാണ്. ആദായ നികുതി റിട്ടേൺസ് സമർപ്പിക്കുന്നതിന്, അതിന് മാത്രമല്ല പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നതിനും ഇനി മുതൽ ആധാർ നമ്പർ നിർബന്ധം ആയിരിക്കും. ഇത് സംബന്ധിച്ച് ഉള്ള വിവരം നൽകിയിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന CBDT ആണ്. ഇത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായും നിയമ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും വിശദമായ ചർച്ച നടത്തിയതിന് ശേഷം ആണ് ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ആധാർ പാൻ ലിങ്ക് ചെയ്യാൻ ഈ 30 വരെ ആണ് സമയം. ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ആണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞത് തന്നെ, ജൂലൈ 1 മുതൽ ആദായ നികുതി റിട്ടേൺസ് സമർപ്പിക്കുന്നതിനും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നതിനും ആധാർ നമ്പർ നിർബന്ധം ആണ്. രണ്ടാമത്തേത്, ഈ ജൂൺ 30-ന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ജൂലൈ 1-ന് മുൻപ് തന്നെ നിലവിൽ ഇത് രണ്ടുമുള്ളവർ, അതായത് ആധാർ നമ്പറും പാൻ കാർഡും ഉള്ളവർ ഇത് രണ്ടും പരസ്പരം ലിങ്ക് ചെയ്തിരിക്കണം എന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ആധാർ ഇല്ലാത്തവർക്ക് ഒരു ചെറിയ ഇളവ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ആധാർ നമ്പർ ഇല്ലാത്തവരുടെ പാൻ നമ്പർ തൽക്കാലം റദ്ദാവുകയില്ല. പക്ഷേ ആദായ നികുതി റിട്ടേൺസ് സമർപ്പിക്കുന്നതിന് ഇവർക്ക് ആധാർ നമ്പർ നിർബന്ധം ആയിരിക്കും. വളരെ വിശദമായി ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ആധാർ നമ്പറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത്. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് ആയ ഇൻകം ടാക്സ് ഇന്ത്യ e-filing.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ആധാർ പാനുമായി ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പവഴി ഒരു SMS സന്ദേശം വഴി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. 567678 എന്ന നമ്പറിലോ 56161 എന്ന നമ്പറിലോ നമ്മുടെ ആധാർ നമ്പറും പാൻ നമ്പറും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായ ഈ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് പോകാം. വനിതാ പോലീസുകാരെ ബാരക്കിൽ ഇരുത്തില്ല. സംസ്ഥാനത്ത് വനിതാ ബറ്റാലിയനിലേക്ക് നിയമിക്കപ്പെടുന്നവരെ
ബാരക്കിൽ ഇരുത്തുന്നതിൻ്റെ പിഴവ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കേരള കൗമുദി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പുതിയ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അതായത് ഇനി അങ്ങോട്ട് വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തികകൾ ഒഴിവുകളിലേക്ക് ഈ ബറ്റാലിയനിൽ നിന്ന് ഉള്ളവരെ നിയമിക്കാനുള്ള സുപ്രധാനമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ തന്നെ 384 ഒഴിവുകൾ ഉണ്ട്, വനിതാ പോലീസുകാരുടെ ഒഴിവുകളുണ്ട് സംസ്ഥാനത്ത്. ഈ ഒഴിവുകളിലേക്കെല്ലാം പുതുതായി വനിതാ ബറ്റാലിയനിലേക്ക് നിയമിക്കപ്പെടുന്നവരിൽ നിന്നായിരിക്കും, അവരുടെ സീനിയോറിറ്റിയും മറ്റ് യോഗ്യതകളും അനുസരിച്ചായിരിക്കും ഈ നിയമനം നടത്തുക. സംസ്ഥാനത്ത് പീഡന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഇരകളുടെ മൊഴിയെടുക്കുന്നതിന് പോലും വനിതാ പോലീസുകാരുടെ എണ്ണം അപര്യാപ്തമായിരിക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം. ഇനി മറ്റൊരു വാർത്ത. നാഗാലാൻഡിൽ നിന്ന് ശ്രീവത്സത്തിലേക്ക് ഒഴുകിയത് 400 കോടി. പത്തനംതിട്ട ആസ്ഥാനമായുള്ള ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ MK രാജേന്ദ്രൻ പിള്ള, ഇയാളുടെ വസതിയിലും 25 സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദായനികുതി വകുപ്പ് വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് അന്വേഷണവും നടക്കുന്നു ഇയാൾക്ക് എതിരെ. നാഗാലാൻഡിൽ ഇയാൾ പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. നാഗാലാൻഡിൽ അഡീഷണൽ SP ആയി വിരമിച്ച രാജേന്ദ്രൻ പിള്ള പിന്നീട് അവിടെ തന്നെ ഉപദേശകൻ ആയി തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബിനാമി ആണ് എന്ന് അഭ്യൂഹമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഏതായാലും 400 കോടിയിൽ അധികം രൂപയുടെ സ്വത്ത് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളുടെ പന്തളത്തെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ പന്തളത്തെ വസതിയിൽ എത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ നാഗാലാൻഡ് പോലീസിൻ്റെ ഒരു ട്രക്ക് നിൽക്കുന്നത്. ഈ ട്രക്ക് പന്തളത്തെ രാജേന്ദ്രപിള്ളയുടെ വസതിയിലേക്ക് ഇടയ്ക്കിടെ എന്തിനാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഇത് കേന്ദ്ര സർക്കാർ നാഗാലാൻഡിൽ ആദിവാസി ക്ഷേമത്തിന് നൽകിയ കോടികളുടെ ഫണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബിനാമി ആയി രാജേന്ദ്രൻ പിള്ള നാട്ടിലേക്ക് കടത്തുകയും ശ്രീവത്സം ഗ്രൂപ്പിൽ നിക്ഷേപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും വൻതോതിൽ സ്വകാര്യ സ്വത്ത് വാങ്ങിക്കൂട്ടുന്നതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ആക്ഷേപം. ഇയാൾക്ക് രാജ്യത്തിനകത്തും പുറത്തും ആയി ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇയാളുടെ തുടക്കം എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ സോഡ കമ്പനിയിൽ ജോലിക്ക് നിന്നുകൊണ്ടായിരുന്നു രാജേന്ദ്രൻ പിള്ളയുടെ തുടക്കം. പിന്നീട് നാഗാലാൻഡിൽ എത്തിയ ഇയാൾ അവിടെ പോലീസ് കോൺസ്റ്റബിൾ ആയി ചേർന്നു. പിന്നീട് അഡീഷണൽ SP ആയി വിരമിച്ചു. ഇതിനിടയിൽ അവിടെ ചെറിയ കോൺട്രാക്ട് ജോലികൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തി. ഇയാളുടെ നാട്ടിലും പത്തനംതിട്ട മേഖലയിലും ഒക്കെ വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും വാണിജ്യ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കുറച്ചു നാളായി ആദായനികുതി വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു. ഒടുവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ്. ഇനി ഗാന്ധിജിയെക്കുറിച്ചുള്ള അമിത്ഷായുടെ പരാമർശം വിവാദമായി എന്നുള്ള വർത്തമാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം പൗരപ്രമുഖരുമായുള്ള ഒരു സംവാദത്തിനിടയിൽ ആണ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ബഹുത് ചതുർ ബനിയ എന്ന് പരാമർശിച്ചത്. അതായത് അതിബുദ്ധിമാനായ ബനിയ എന്നത് ഗാന്ധിജിയുടെ ജാതി ആണ്. ഗുജറാത്തിൽ ജനിച്ച ഗുജറാത്തിലെ ബനിയ സമുദായ അംഗമാണ് ഗാന്ധിജി. അമിത്ഷാ ഇത് പറയാൻ കോൺഗ്രസിനെ ഒരു വിഷയത്തിൽ വിമർശിക്കാനാണ് ഗാന്ധിജിയെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവന്നത് അമിത്ഷാ. അതായത് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു കോൺഗ്രസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി മാത്രമായി അല്ലെങ്കിൽ അത്തരം പ്രക്ഷോഭത്തിന് വേണ്ടി മാത്രമായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കോൺഗ്രസ്. അതിന് ശേഷം ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉടൻ തന്നെ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറഞ്ഞത്. ബഹുത് ചതുർ ബനിയ ആയിരുന്നു, അതിബുദ്ധിമാനായ ബനിയ ആയിരുന്നു ഗാന്ധിജി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് വലിയ വിവാദമായിരിക്കുന്നു. ഈ പരാമർശം പിൻവലിച്ച് അമിത്ഷാ മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഇനി ഒരു കൗതുക വർത്തമാനം കൂടി. കുട്ടപ്പൻ സിറ്റി, കുവൈറ്റ് സിറ്റി, ഇടുക്കിയിൽ സിറ്റികളുടെ സംസ്ഥാന സമ്മേളനം എന്ന് ബിജു വൈശ്യം പറമ്പിൽ ചെറുതോണിയിൽ നിന്ന് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇടുക്കി ജില്ല സിറ്റികളുടെ ജില്ലയാണ്. ഒരു റെയിൽപാളം പോലും ഇല്ലാത്ത ജില്ല, മെട്രോയോ അല്ലെങ്കിൽ അത് വിമാനത്താവളമോ ഒന്നും ഇല്ലാത്ത ജില്ലയിൽ സിറ്റികളുടെ സംസ്ഥാന സമ്മേളനം. അവിടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇടുക്കിക്കാരുടെ ഒരു ശീലമാണ് ഒരു ചെറിയ 4-5 കടകളടങ്ങുന്ന ചെറിയ ഒരു ജംഗ്ഷനെ പോലും സിറ്റി എന്ന് വിളിക്കുക എന്നുള്ളത്.
അതിൻ്റെ ഉദാഹരണമായി ഒരുപാട് സിറ്റികളുടെ പേരുകളുണ്ട്. അത് കുട്ടപ്പൻ സിറ്റി, കുവൈറ്റ് സിറ്റി, തങ്കമണി സിറ്റി, നങ്കി സിറ്റി, നിർമ്മല സിറ്റി, അങ്ങനെ ഒടുവിൽ ആത്മാവ് സിറ്റി. മന്ത്രി മണിയാശാൻ്റെ മണ്ഡലത്തിലുള്ള ഒരു സിറ്റി, ഇടുക്കി ജില്ലയിലെ സിറ്റിയാണ് ആത്മാവ് സിറ്റി. ഇത്തരം കൗതുകങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ ഫീച്ചർ സ്വഭാവമുള്ള ഈ കുറിപ്പ്. നമുക്കിനി മലയാള മനോരമയുടെ ചില വാർത്തകളിലേക്ക് കൂടി പോകാം. അനുനയ നിരാഹാരവുമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി, അടങ്ങാതെ കർഷക രോഷം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കർഷക പ്രക്ഷോഭം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കർഷക ആത്മഹത്യകൾ തുടരുന്നു. അതിനിടയിലാണ് കർഷക പ്രക്ഷോഭത്തിനിടെ പോലീസ് നടപടിയിൽ ആറ് കർഷകർ പോലീസ് നടപടിക്കിടെ വെടിയേറ്റ് മരിച്ച മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കർഷകരെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ രാവിലെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. അതിനിടയിൽ ആണ് തൊട്ടടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ മറ്റൊരു കർഷക ആത്മഹത്യ കൂടി. സമര പ്രക്ഷോഭം ആരംഭിച്ച് 11 ദിവസത്തിനിടെ മഹാരാഷ്ട്രയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം ഇതോടെ 7 ആയി. ഈ വർഷം മാത്രം മഹാരാഷ്ട്രയിൽ 700-ലധികം കർഷകർ കടക്കെണിയിൽ പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. വായ്പകൾ എഴുതിത്തള്ളുക, ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക തുടങ്ങിയവയാണ് കർഷകരുടെ ആവശ്യങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്നെങ്കിലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഉറപ്പ് ഒന്നും ലഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ ട്രെയിൻ തടയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കിസാൻ ക്രാന്തി മോർച്ച എന്ന സംഘടന പറയുന്നത്. ഇനി മറ്റൊന്ന്, ഗാന്ധിജി സൂത്രക്കാരനായ ബനിയായെന്ന് അമിത്ഷാ ആ വിവാദവും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, IS-ന്റെ ഒരു മുന്നറിയിപ്പ് ആണ്. സൗദിയിലും ആക്രമണം നടത്തും എന്ന് IS. കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ 17 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകര ആക്രമണത്തിന് പിന്നാലെ ആണ് സൗദിയിലും ഭീകരാക്രമണം നടത്തും എന്ന IS-ന്റെ ഒരു വീഡിയോ സന്ദേശം. ഇത് ടെഹ്റാൻ ആക്രമണത്തിന് മുൻപ് ചിത്രീകരിച്ചതാണ് എന്ന് കരുതുന്നു. മുഖംമൂടി ധരിച്ച 5 പേർ ആണ് ഈ ദൃശ്യത്തിൽ. ഇറാനിലും സൗദിയിലും ഭീകരാക്രമണം നടത്തും എന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ ടെഹ്റാനിൽ IS നടത്തിയ ആക്രമണം അവിടെ രാജ്യത്ത് ആദ്യമായി നടക്കുന്ന IS ആക്രമണം ആയിരുന്നു. ശ്രീവത്സം അനധികൃത നിക്ഷേപം 3000 കോടി രൂപ കവിഞ്ഞേക്കും എന്നാണ് മനോരമയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഹൈദരാബാദ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ്. പശു മാതാവ് തന്നെ ദൈവവും എന്ന് ഹൈദരാബാദ് ഹൈക്കോടതി. കഴിഞ്ഞ ദിവസം പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് നിർദ്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹൈദരാബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ പശു അമ്മയാണ് ദൈവവും ആണ് എന്ന മട്ടിലുള്ള ഒരു പരാമർശം, ഒരു നിർദ്ദേശം ഹൈദരാബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കണം. നമുക്ക് മാതൃഭൂമിയുടെ 1-ാം പേജ് കൂടി നോക്കാം. വിവരാവകാശ അപേക്ഷകൻ വിവരം കിട്ടാൻ അലയണം എന്ന് മാതൃഭൂമിയുടെ മുഖ്യ തലക്കെട്ട്. ഇത് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി വിവരാവകാശ അപേക്ഷകൾ കിട്ടിയാൽ ബന്ധപ്പെട്ട അധികാരിയുടെ കൈവശമുള്ള വിവരം മാത്രം അപേക്ഷകന് നൽകിയാൽ മതി. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടോ മറ്റ് അധികാരികളുടെ കൈവശമോ ഉള്ള വിവരങ്ങൾ ശേഖരിച്ചു നൽകേണ്ട ബാധ്യത വിവരാവകാശ കമ്മീഷന് ഇല്ല എന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഡയറക്ടറുടെ ഒരു കത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, നക്ഷത്ര ഹോട്ടലുകൾ വഴി കള്ള് വിതരണം വൈകും എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇടത് സർക്കാർ അതിൻ്റെ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചത്. അതിലെ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളിൽ ഒന്ന് ആയിരുന്നു 3 സ്റ്റാർ പദവിക്ക് മുകളിൽ നക്ഷത്ര പദവിയുള്ള ഹോട്ടലുകൾ വഴി നിലവാരമുള്ള കള്ള് വിതരണം ചെയ്യും എന്നത്. പക്ഷേ ഈ പരിഷ്കാരം നടപ്പിലാക്കാൻ വൈകും. അതിന് കാരണം കള്ള് വിൽപ്പന വ്യവസ്ഥ ഭേദഗതി ചെയ്യാത്തതാണ്. അതിൻ്റെ കാരണങ്ങളും ഈ വ്യവസ്ഥയിലെ വിശദാംശങ്ങളും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം നിലവിലെ കള്ള് വിൽപ്പനയ്ക്ക് ലൈസൻസ് നൽകുന്നത് എന്ന് പറയുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. അതായത് 5 മുതൽ 7 വരെ ഷാപ്പുകളെ ഒരു ഗ്രൂപ്പായി കണക്കാക്കി ഈ ഗ്രൂപ്പിന് ആണ് ലൈസൻസ് നൽകുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ സ്ഥലപരിധിയിൽ മറ്റ് ഷാപ്പുകൾ അനുവദിക്കാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. പക്ഷേ ഈ പുതിയ പരിഷ്കാരം അനുസരിച്ച് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പരിധിയിൽ വരുന്ന നക്ഷത്ര ഹോട്ടലിൽ കള്ള് വിതരണം ചെയ്യണം എങ്കിൽ ഈ കള്ള് വിൽപ്പന വ്യവസ്ഥ ഭേദഗതി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ വൈകും എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. 2 മാസം ആകാത്ത നായ്ക്കളെ വിൽക്കാൻ പാടില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പുതിയ വിജ്ഞാപനം. മൃഗങ്ങൾക്ക് എതിരെയുള്ള ക്രൂരത തടയുന്ന നടപടികളുടെ ഭാഗമായാണ് ഈ കേന്ദ്ര നടപടി. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ പോകുന്നു എന്ന്. അതായത്
2 മാസം പ്രായം 2 മാസം വരെ നായ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ട് ആണ്, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രജനനത്തിനും വിൽപ്പനയ്ക്കും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇനി അത് കഴിഞ്ഞാൽ പോലും 2 മാസം പ്രായം കഴിഞ്ഞാൽ പോലും നായ്ക്കളെ വിൽക്കണമെങ്കിൽ അവയ്ക്ക് നൽകിയിട്ടുള്ള വാക്സിനേഷനും മറ്റ് മുൻകരുതലുകൾ ഇതെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിരിക്കണം നായ്ക്കളുടെ ദേഹത്ത്. വളരെ ശുചിയായ സ്ഥലത്ത് മതിയായത്ര ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി വേണം നായ്ക്കളെ പരിപാലിക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ദങ്കൽ താരം സൈറ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ്. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച ദങ്കൽ എന്ന ചലച്ചിത്രത്തിൽ ഗീത ഫോഗട്ടിൻ്റെ ബാല്യം അഭിനയിച്ച സൈറ വാസിം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കാശ്മീരിലെ ദാൽ തടാകത്തിലേക്ക് മറിയുകയായിരുന്നു. ഭാഗ്യത്തിന് ഈ നടിക്ക് ഒന്നും സംഭവിച്ചില്ല. ആ വിവരവും മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി 1-2 പ്രധാന മുഖപ്രസംഗ വിഷയങ്ങൾ നോക്കാം. നേതാക്കൾ ഇടപെടേണ്ട ഘട്ടമായി എന്ന കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗ വിഷയം. സംസ്ഥാനത്ത് BJP CPM സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുഖപ്രസംഗം. കഴിഞ്ഞ ദിവസം ഇതിന് ഒരു തുടക്കം ആയത് ഡൽഹിയിൽ CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ ഉണ്ടായ ഹിന്ദു സേനാ പ്രവർത്തകരുടെ ആക്രമണത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പല ഭാഗത്തും CPM BJP സംഘർഷങ്ങൾ ഉടലെടുത്തത്. കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് CPM ഒരു ദിവസവും BJP പിന്തുണയോടെ BMS കഴിഞ്ഞ ദിവസവും ഹർത്താൽ ആചരിച്ചു. അതിന് പിന്നാലെ മൂവാറ്റുപുഴയിലും കൂത്താട്ടുകുളത്തും തിരുവനന്തപുരത്ത് ചിറയൻകീഴിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായി. ഇത് എന്തെല്ലാം സംഘർഷങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ മുൻപ് പതിവില്ലായിരുന്നു. പാർട്ടികൾക്കിടയിൽ അന്ധമായ അസഹിഷ്ണുതയും കാലുഷ്യവും വളർന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വ്യത്യാസം. നേതാക്കൾ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടമായിരിക്കുന്നു എന്ന് കേരള കൗമുദി. ഇനി മാതൃഭൂമിയിൽ നേരത്തെ പറഞ്ഞ വാർത്തയിൽ, അതായത് തുടരുന്ന കർഷക ആത്മഹത്യ തമിഴ്നാട്ടിൽ ആരംഭിച്ച് പിന്നീട് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും തുടരുന്ന കർഷക പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗ്രാമങ്ങളിലെ തീ കെടുത്തുക. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജി ആണ്. പക്ഷേ ഗ്രാമങ്ങളെ അവഗണിച്ചുകൊണ്ട്, ഗ്രാമങ്ങളുടെ നട്ടൽ ആയ കർഷകരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനവും ശാശ്വതമായിരിക്കുക ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു മാതൃഭൂമിയുടെ ഇന്നത്തെ ശ്രദ്ധേയമായ ഈ മുഖപ്രസംഗം. ഇന്നത്തെ പ്രധാന കായിക വാർത്ത നോക്കാം. കേരള കൗമുദിയുടെ കളിക്കളം പേജിൽ നിന്ന് നോക്കാം. തോൽക്കരുത് എന്ന പ്രധാന തലക്കെട്ടിൽ കേരള കൗമുദി കായികം പേജിൽ ഇന്ന് നൽകിയിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള പോരാട്ടം ആണ്. ഗ്രൂപ്പ് ബിയിൽ ക്വാർട്ടർ ഫൈനലിന് തുല്യമായ പോരാട്ടമാണ് ഇന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമായി നടത്തുന്നത്. സെമിയിൽ ഇടം പിടിക്കാൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. പറങ്കികളും ഡച്ചുകാരും പതറിയില്ല എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്നത്. യൂറോപ്പിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങളിൽ പോർച്ചുഗൽ, പോളണ്ട്, ബെൽജിയം ടീമുകൾ ജയിച്ചിരിക്കുന്നു. അതേസമയം മുൻ ലോക ജേതാക്കളായ ഫ്രാൻസ് സ്വീഡനോട് പരാജയപ്പെട്ടു എന്ന വാർത്തയും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ 1-2 ശ്രദ്ധേയമായ ഞായർ വായനാ വിഭവങ്ങൾ കൂടി നോക്കാം. കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദിയിൽ വിഗത കുമാരന് ശേഷം ഇറങ്ങിയ മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മയിൽ നായകൻ ആയിരുന്നു തലശ്ശേരിക്കാരൻ ആണ്ടി. മലയാള സിനിമ നവതി ആഘോഷത്തിനൊരുങ്ങുമ്പോൾ ഒരൊറ്റ പ്രദർശനം കൊണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രത്തിലെ നായകനെ ആരെങ്കിലും അറിയുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് OC മോഹൻരാജിൻ്റെ ശ്രദ്ധേയമായ സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗം എന്ന് പറയാവുന്ന ഈ ശ്രദ്ധേയമായ ഫീച്ചർ 1931 നവംബർ 6-നാണ് തിരുവനന്തപുരത്ത് ക്യാപിറ്റോൾ തിയേറ്ററിൽ ഈ മാർത്താണ്ഡവർമ്മ മലയാളത്തിൽ ആദ്യമായാണ് ഒരു സാഹിത്യകൃതി ചലച്ചിത്ര രൂപത്തിൽ എത്തുന്നത്. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രം, അവസാനത്തെയും നിശബ്ദ ചിത്രം. അന്നത്തെ ഒരൊറ്റ പ്രദർശനം കൊണ്ട് അതിൻ്റെ പ്രദർശനം അവസാനിക്കുകയും ചെയ്തു. സിനിമയിലേക്ക് തലശ്ശേരിക്കാരൻ ആണ്ടി എത്തിയത് എങ്ങനെ എന്ന കൗതുകമുണർത്തുന്ന കഥയാണ്. തലശ്ശേരിയിൽ നിന്ന് ജോലി അന്വേഷിച്ച് തിരുവനന്തപുരത്ത് എത്തി. സെൻട്രൽ സ്റ്റേഷനിൽ ആ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ആണ്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മാർത്താണ്ഡവർമ്മയിലേക്ക് ഒരു നായകനെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ആണ്. ഉടൻ തന്നെ അതിൽ കണ്ട വിലാസത്തിൽ സംവിധായകൻ PV റാവുവിനെ അന്വേഷിച്ചു പോവുകയും ആണ്ടി അങ്ങനെ മാർത്താണ്ഡവർമ്മയായി വെള്ളിത്തിരയിൽ എത്തുകയും ചെയ്ത കഥയാണ് ഈ വാരാന്ത്യ കൗമുദിയിൽ. അതേസമയം മലയാള മനോരമയുടെ ഞായറാഴ്ചയിൽ വേറിട്ടു വരച്ച ജീവിത വഴി എന്ന തലക്കെട്ടിൽ മലയാളി ചിത്രകാരികൾക്ക് ഏറെക്കുറെ അപ്രാപ്യമായ അംഗീകാരങ്ങളെല്ലാം 30 വയസ്സിനിടെ നേടിയ പ്രതിഭ സജിത ശങ്കർ എന്ന കോട്ടയം കുമാരനല്ലൂർ സ്വദേശിനി
ഇവിടെ അതിജീവനത്തിൻ്റെ കഥയാണ് മനോരമ നൽകുന്നതെങ്കിൽ മാതൃഭൂമിയിൽ അരങ്ങിൽ നിന്നാണ്, നാടകത്തിൽ നിന്നാണ് ഒരു വിഷയം. ആരാണ് ശശാങ്കനും ജൂലിയും എന്ന ശീർഷകത്തിൽ നൽകിയിരിക്കുന്നു. ഭാനുപ്രകാശ് എഴുതിയിരിക്കുന്നു ഈ ഫീച്ചർ. ഇത് കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയവരാണ് ശശാങ്കനും ജൂലിയും. അവരുടെ വേറിട്ട അരങ്ങ് ജീവിതം വ്യക്തമാക്കുന്നു മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ. ന്യൂസ് ടാഗ് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭവിശേഷങ്ങൾ മാത്രം പിറക്കട്ടെ ഈ നല്ല വിശ്രമ ദിവസം എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് പിരിയാം. നാളെ കാണാം. ന്യൂസ് ടാഗ് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൽ വീണ്ടും രാവിലെ 8:30. നമസ്കാരം.